അപ്പം നമ്മളിന്ന് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോവാണ്. ഞാനും അമ്മയും അനിയനെയും കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 1/2 കിലോമീറ്ററിൽ എടുക്കും. അപ്പം നമ്മൾ നടക്കുവാണ്. അനിയനെക്കാട്ടിയും വലിയ കുടയെല്ലാം പൊക്കി നടക്കുന്നുണ്ട്. അത് നോക്കാൻ പറഞ്ഞപ്പോൾ അത് മാസ്കെല്ലാം താടിയിലിട്ട് നടക്കുന്നുണ്ട്. എന്തിനാകുമ്പോൾ ഈ മാസ്കെല്ലാം വാങ്ങിച്ചില്ലേ, താടിക്കിടാനാകുമ്പോൾ മാസ്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ നടക്കുവാണ്. കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ അനിയൻ്റെ കുട എനിക്ക് വന്നിട്ടുണ്ട്. ഓന് മടുത്ത് പോകുന്നു കുട പിടിച്ചിട്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സെല്ലാം പിടിച്ച് ബസ്സിന് നല്ല തിരക്കെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയല്ലോ സീറ്റെല്ലാം കിട്ടി. അവിടെ കയറി ഇരുന്ന് ഒരു അരമണിക്കൂറെല്ലാം ഇരിക്കേണ്ടി വന്നു. എന്നിട്ട് പിന്നെ ഇനി ബസ് മാറി ഓട്ടോ ആയിട്ടുണ്ട്. ഇനി ഓട്ടോയിൽ വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. ഓട്ടോയിലാണെങ്കിൽ ആടിയും ബ്ലോക്ക്. അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള ആൾക്കാരെ തോന്നുന്നു. ആടിയും ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. അവിടെ കുറേ ഷോപ്പെല്ലാം ഉണ്ട്. എൻ്റെ അനിയൻ്റെ എല്ലാം ലഡ്ഡു, മനസ്സിൽ ലഡ്ഡു ഇങ്ങനെ പൊട്ടി നിൽക്കുമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അവിടെ ഫുഡിൻ്റെ എല്ലാം ഷോപ്പുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ആടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട്. ചൂടെടുത്ത് ഭ്രാന്തായിന്. വേർത്ത് കുളിച്ച് കണ്ട തിരക്കാണെങ്കിൽ അമ്മാതിരി തിരക്ക്. എന്നാ ചെയ്യണ്ടേന്ന് അറിയില്ല. അവിടുത്തെ തിരക്കാരന് അനങ്ങാനും കഴിയുന്നില്ല. മിക്കവാറും ഞാൻ നല്ല തന്തൂരി ചിക്കനായിട്ടാവും. വേർത്ത് കുളിച്ച് ഇപ്പം കുറച്ച് നീങ്ങുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മളിത് അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാലെല്ലാം കഴുകി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പേടി കാരണം നമ്മൾ മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ടില്ല. അപ്പം അതെന്തോ മറ്റേ ഡ്രാഗൻ്റെ ആറ്റം തോണി പോകുന്നുണ്ടായിന്. അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒടുക്കത്തെ തിരക്ക്. തിരക്കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അമ്മ അനിയനെ പൊക്കി നിൽക്കുന്നുണ്ട്. അനിയനെങ്കിൽ കാണിച്ചു വിട്ട് നേരിച്ചിട്ട്. അവിടുത്തെ തിരക്കാണെങ്കിൽ കണ്ടിട്ട് എൻ്റെയും അമ്മേൻ്റെ എല്ലാം കണ്ണില്ലെങ്കിൽ തള്ളി നിൽക്കുകയെന്ന്. എന്താ തിരക്ക്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മൊബൈൽ എടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ പ്രസാദം കഴിക്കുന്നുണ്ട്. മൊബൈലിൽ എങ്ങനെയല്ലോ പിടിച്ചാൽ കഴിക്കുന്നത്. നമ്മൾ പ്രസാദം എല്ലാം കഴിച്ച് ചായ കിട്ടുന്നുണ്ടോ എന്ന് ഞാനീ നോക്കുന്നത്. അല്ലെങ്കിൽ ചായ കിട്ടുന്നില്ല. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ചായ ഒന്നും ഇല്ല തോന്നുന്നു. അങ്ങനെ പ്രസാദം എല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് എന്താ വാങ്ങിക്കണ്ടെന്നില്ലെങ്കിൽ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എല്ലാം അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. അവിടുത്തെ കാതിലെല്ലാം കണ്ടിട്ട് എല്ലാം എടുക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ എടുക്കാൻ പാടില്ല ഗൈസ്. നമ്മൾ ആവശ്യത്തിൻ്റെ ഇത് മാത്രമായി എടുക്കണം. അങ്ങനെ ഇങ്ങനെ ഒരു കാതിലാണ് എടുത്തിട്ടില്ല. അപ്പം നമ്മൾ പുറത്തിറങ്ങി ഇപ്പം പോപ്കോൺ വാങ്ങിക്കാൻ നിൽക്കുവാണ്. നമ്മളിത് നടക്കുകയെന്ന് ബസ്സിൽ നിന്നുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം അവിടെ നിന്ന് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഒടുവിൽ നമ്മളിതാ വീട്ടിലെത്തി ഗായ്സ്. പോപ്കോണെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് എന്താ വാങ്ങിച്ചതെന്നെല്ലാം കണ്ടാലോ. ആദ്യം തന്നെ അമ്മ ഒരു ചൊട്ട എടുത്തിന്. 2 ചൊട്ടയായിട്ട് എടുത്തിന് തോന്നുന്നു. ഇതും അതുമാണ്. പിന്നെ എന്തോ ചൊറിയുന്ന സാധനമെല്ലാം എടുത്തിട്ടുണ്ട്. ഈ കാതില ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാതില ഇത് നല്ല രസമുണ്ട്. റോസ് ഗോൾഡിൻ്റെ സ്കൂളിലെല്ലാം പോകുമ്പോൾ ഇടാം. അപ്പം അവിടെ നിന്ന് നല്ല മഴയായിരുന്നു. സൂര്യനുണ്ട്. കുറുക്കൻ്റെ കല്യാണം തോന്നുന്നു. നെക്സ്റ്റ് പോയി. അപ്പം നമ്മൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സെല്ലാം മാറ്റി. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.